Hi guys, this is the revision marathon of marginal costing. So compared to other chapters, marginal costing is very important to our exams. Then it has a lot of formulas, lot of concepts, lot of tricky questions. സോ ഞാൻ ഓൾറെഡി ഈ മാർജിനൽ കോസ്റ്റിങ്ങിലെ ചില ICA മെറ്റീരിയലിലെ ചില ട്രിക്കി ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ വാച്ച് ഇറ്റ് ഇൻ ദ പ്ലേലിസ്റ്റ്. ദെൻ ഫോർ എക്സാം 100% നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഓക്കെ, മാർജിനൽ കോസ്റ്റിംഗ് 100% ക്വസ്റ്റ്യൻ നമുക്കുണ്ടാകും. സോ ലെറ്റ്സ് ബിഫോർ ജംപ് ടു ദ ചാപ്റ്റർ, so for such marathons, exam strategies, etc., subscribe the channel and share. So the chapter name is marginal costing. Then the first concept is break even point. So break even point means the point at which the company earns zero profit or zero loss. അതായത് നമുക്ക് പ്രോഫിറ്റോ ലോസോ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്, സോ ദ ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് യൂണിറ്റിൽ കാണാൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ദെൻ വാല്യൂവിൽ കാണാൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. ഓക്കെ, സോ PV റേഷ്യോ നമ്മൾ പറഞ്ഞു. PV റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ, അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. സോ ഇഫ് നമുക്കിപ്പം 2 ഇയേഴ്സിൽ നമുക്ക് 2 ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, 2 ടൈപ്പ് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, സോ നമുക്കിങ്ങനെ പറയാം ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഓർ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് PV ratio. Okay, so till here clear? So everybody okay? So the next concept is margin of safety. Okay, the concept of the margin of safety talks. So this is my break even point. Okay, so നമ്മളിപ്പോൾ ബ്രേക്ക് ഈവൻ പോയിന്റിനേക്കാൾ കൂടുതൽ നമ്മളൊരു സെയിൽസ് നടത്തി, ഓക്കെ, നമുക്കൊരു പ്രോഫിറ്റ് ഏൺ ചെയ്താൽ അതിനെയാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. സോ ദിസ് പോർഷൻ യു ക്യാൻ സീ ഇൻ highlighted. So as highlighted you can see this green portion will be the margin of safety. Okay, this green portion will be the margin of safety. Okay, so the margin of safety, so വാല്യൂവിൽ കാണാൻ നമുക്ക് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ, ദെൻ നെക്സ്റ്റ് യൂണിറ്റിൽ കാണാൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വേറൊരു ഇക്വേഷൻ പറയുന്നത്, നമുക്കിപ്പോൾ ടോട്ടൽ സെയിൽസ് അറിയാം, ദെൻ ബ്രേക്ക് ഈവൻ സെയിൽസ് അറിയാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ഈക്വൽ ടു മാർജിൻ ഓഫ് സേഫ്റ്റി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. ദ നെക്സ്റ്റ് നമുക്ക് പ്രോഫിറ്റ് കാണാൻ, സോ ഇൻ മാർജിനൽ കോസ്റ്റിംഗ് ചാപ്റ്റർ നമുക്ക് പ്രോഫിറ്റ് കാണാനുള്ള ചില ഇക്വേഷൻസ് ആണ്. സോ നമുക്ക് ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ദെൻ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ വാല്യൂസ് ഇൻറ്റു PV റേഷ്യോ ഈസ് ഈക്വൽ ടു നമുക്ക് പ്രോഫിറ്റാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻ യൂണിറ്റ്സ് ഇൻറ്റു കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. ദ നെക്സ്റ്റ് വൺ ഈസ്, so for marginal costing chapter, keep it in mind 3 assumptions. Okay, so നമ്മൾ 3 assumptions ആണ്, നമ്മൾ ബേസിക് അസംഷൻസ് ആണ്. ഒന്ന് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദ നെക്സ്റ്റ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് വിൽ ഓൾസോ ബി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ ചാപ്റ്റർ എടുക്കുന്ന ടൈമിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട 3 assumptions ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, this graph. Okay, this graph express about angle of incidence. Okay, so then x-axis unit, then y-axis നമുക്ക് total cost, total revenue. That's okay. So this point, so I will highlight നോക്കാം. So this portion, okay, so this is my total revenue, this is my total cost. Okay, so okay, cost line, revenue line. Okay, so നമുക്കിപ്പോൾ ടോട്ടൽ റവന്യൂ 0 ആണെങ്കിലും, സോ ടോട്ടൽ റവന്യൂ 0 ആണെങ്കിലും നമുക്ക് എത്ര ഉണ്ട്, നമുക്കവിടെ ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. So this portion is my fixed cost.
ദിസ് പോർഷൻ ഈസ് മൈ ഫിക്സ്ഡ് കോസ്റ്റ് ലൈക്ക് റെൻറ്റ്. സോ അതുപോലെയുള്ള നമുക്ക് ഫിക്സ്ഡ് എക്സ്പെൻസ് ആണെന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റൂം റെൻ്റ് എടുത്തു. സോ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു 1 month ആണ്. സോ 1 month നമുക്ക് റവന്യൂ ഒന്നുമില്ല. സോ റവന്യൂ വിൽ ബി 0 ആണ്. പക്ഷെ എന്നാലും നമ്മൾ റൂം റെൻറ്റ് കൊടുക്കണ്ടേ? ഓക്കെ, സോ റൂം റെൻറ്റ് കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് നമുക്കിവിടെ ടോട്ടൽ കോസ്റ്റിൻ്റെ ആ ഒരു ലൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ദ ബ്രേക്ക് ഈവൻ പോയിൻറ്റ്. സോ ദ ബ്രേക്ക് ഈവൻ പോയിൻറ്റിലാണ് നമുക്ക് നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ ലോസ്. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിൻറ്റിന് താഴെയുള്ള ഒരു കേസ് ഇതാണ് നമുക്ക് ലോസ്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റിൻ്റെ ലൈന് ടോട്ടൽ റവന്യൂവിൻ്റെ ലൈനേക്കാൾ മുകളിലല്ലേ? യെസ്, അവിടെ നമുക്ക് ഈ ഒരു പോർഷൻ, ദിസ് പോർഷൻ ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. ദിസ് പോർഷൻ ഈസ് മൈ ലോസ്. ഓക്കെ, ദിസ് പോർഷൻ ഈസ് മൈ ലോസ് ആൻഡ് ദിസ് പോർഷൻ ഈസ് മൈ പ്രോഫിറ്റ്. റെഡിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താണ് ടോട്ടൽ റവന്യൂവിൻ്റെ ലൈന്, സോ ടോട്ടൽ കോസ്റ്റിൻ്റെ ലൈനേക്കാളും മുകളിലാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. സോ ഇവിടെ നമുക്കൊരു ആംഗിൾ വരുന്നുണ്ട് പ്രോഫിറ്റിൻ്റെ കേസിൽ. ഇതിനെയാണ് നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, വൈഡ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെങ്കിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. സോ നമുക്ക് ആംഗിൾ നമുക്ക് വലുതാണെങ്കിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് കൂടുതലായിരിക്കും. സോ എവരിബഡി ഓക്കെ വിത്ത് ദിസ് ഗ്രാഫ്? ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ, ദിസ് ഈസ് ഓൾ അബൌട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് കേർവിനെ കുറിച്ചാണ് പറയുന്നത്. സോ നമുക്ക് എക്സ് ആക്സിസിൽ നമുക്ക് യൂണിറ്റ്സ് ഉണ്ട്, വൈ ആക്സിസിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. സോ ഇൻ ദിസ് സിറ്റുവേഷൻ ഡ്യൂ ടു ദ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് എന്താണ് ഈ ഒരു കേസിൽ നമുക്ക് നെഗറ്റീവ് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ റൂം റെൻറ്റ് നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ റെൻറ്റ് കൊടുക്കണ്ടേ? യെസ്, ദാറ്റ്സ് എന്താണ് നമുക്ക് കമ്പൽസറി ആണ്. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് നെഗറ്റീവ് പ്രോഫിറ്റ് എന്ന് പറയാം. സോ ഡ്യൂ ടു ഫിക്സ്ഡ് കോസ്റ്റ്. സോ ഇവിടെ നമുക്ക് എന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ദ പ്രോഫിറ്റ് 0. ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇല്ല എന്ന് പറഞ്ഞു. സോ നോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കർവ്. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് ഇതാണ്. ദെൻ ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് ഇത് വരുന്നത് പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് അടുത്ത പറയുന്നത് വെച്ചാൽ നമുക്ക് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. സോ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വെച്ചാൽ സോ ക്യാഷ് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ contribution per unit. Cash fixed cost divided by contribution per unit. So fixed cost includes cash fixed cost and non-cash fixed cost like depreciation. So നമുക്ക് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് കാണാൻ നമുക്ക് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ക്യാഷ് നോൺ ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് ലൈക്ക് ഡിപ്രീസിയേഷൻ. അതാണ് നമുക്ക് ക്യാഷ് ഫിക്സ്ഡ് കോസ്റ്റ് കിട്ടും ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്തതിനാൽ സോ നമുക്ക് ക്യാഷ് ബ്രേക്ക് ഈവൻ പോയിന്റ് കിട്ടും. ദ നെക്സ്റ്റ് വൺ നമുക്ക് സോ വോളിയം അനാലിസിസ് ആണ്. സോ വോളിയം അനാലിസിസ് ഇപ്പോൾ നമുക്ക് 2 yearsലെ ഡാറ്റ നമുക്ക് തന്നു. സോ 2 yearsലെ ഡാറ്റ തന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് PV റേഷ്യോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഡെൽറ്റ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഡെൽറ്റ സെയിൽസ്, അതായത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് PV റേഷ്യോ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. ഓക്കെ, ദ സെൻസിറ്റിവിറ്റി അനാലിസിസ് നമ്മൾ ചില കേസസ് പറയുന്നുണ്ട്, ചില ഫാക്ടേഴ്സിൻ്റെ കേസസാണ് പറയുന്നത്. സോ നമുക്ക് ഡ്യൂ ടു സം ഫാക്ടേഴ്സിലുണ്ടാകുന്ന ചേഞ്ച്, ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ്, വേരിയബിൾ കോസ്റ്റ്, അതുപോലെ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ്, സെയിൽസ് വോളിയം അല്ലെങ്കിൽ സെയിൽസ് യൂണിറ്റ്. സോ നോക്കാം. സോ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ നമുക്കിപ്പം സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്തതിനാൽ ദ PV റേഷ്യോ ആൻഡ് ദ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പക്ഷേ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ത് ചെയ്യും? ബ്രേക്ക് ഈവൻ പോയിന്റ് കുറയും. ഓക്കെ, ബ്രേക്ക് ഈവൻ പോയിന്റ് ഡിക്രീസ് ചെയ്യും. ദ നെക്സ്റ്റ് സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ സോ PV റേഷ്യോയും അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റിയും കുറയും. ദ നെക്സ്റ്റ് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്നാണ് കൂടും. ഓക്കെ, ദ നെക്സ്റ്റ് വേരിയബിൾ കോസ്റ്റിൻ്റെ കേസിൽ വേരിയബിൾ കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ സോ PV റേഷ്യോ അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി ഡിക്രീസ് ചെയ്യും. ദ നെക്സ്റ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ദ നെക്സ്റ്റ് നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഡിക്രീസ് ചെയ്തതിനാൽ സോ PV റേഷ്യോ അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്നാണ് ഇൻക്രീസ് ചെയ്യും. ദ നെക്സ്റ്റ് നമുക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ് ഡിക്രീസ് ചെയ്യും. ദെൻ സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സോ ഈ ഒരു സെല്ലിംഗ് പ്രൈസും അതുപോലെ തന്നെ പിന്നെ വേരിയബിൾ കോസ്റ്റിൻ്റെ ആ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് ഓപ്പോസിറ്റ്. ഓക്കെ, രണ്ടും നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണെന്ന് പറയാം. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ സോ ഫിക്സ്ഡ് കോസ്റ്റിന് നമുക്ക് ഇൻക്രീസ് ചെയ്തതിനാൽ നമുക്ക് മാർജിൻ ഓഫ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻക്രീസ് ചെയ്യും. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി ഡിക്രീസ് ചെയ്യും. സോ
നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് എന്താണ് ദേ ഹാവ് നോ കണക്ഷൻ വിത്ത്, അതായത് ഫിക്സ്ഡ് കോസ്റ്റ് ഹാവ് നോ കണക്ഷൻ വിത്ത് പി വി റേഷ്യോ കാൽക്കുലേഷൻ. സോ പി വി റേഷ്യോ നമ്മളെങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ്. സോ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴാണ് വരുന്നത്, കോൺട്രിബ്യൂഷൻ ശേഷമാണ് വരുന്നത്. ഓക്കെ, സോ ദേ ഹാവ് നോ കണക്ഷൻ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് കൂടിയാലോ കുറഞ്ഞാലോ പി വി റേഷ്യോയിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. ദെൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിക്രീസ് ചെയ്തതിനാൽ നമ്മൾ പി വി റേഷ്യോയിൽ പിന്നെ നോ എഫക്റ്റ്. ദെൻ ബ്രേക്ക് ഈവൻ പോയിന്റ് ഡിക്രീസ് ചെയ്യുന്നു, പിന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് വോളിയം അനാലിസിസിലേക്ക് വരും. വോളിയം അനാലിസിസ് അല്ല, സെയിൽസ് വോളിയം അല്ലെങ്കിൽ സെയിൽസ് യൂണിറ്റ് ഇൻക്രീസ് ചെയ്തതിനാൽ സോ സെയിൽസ് വോളിയം നമുക്ക് ഇൻക്രീസ് ചെയ്തതിനാൽ സോ the PV ratio and break even point have no effect, so due to changes in volume, so sales volume or sales unit, so no effect. Okay, but margin of safety ennaanu increase ചെയ്യുന്നു. then volume നമുക്ക് ഡിക്രീസ് ചെയ്തതിനാൽ മാർജിൻ ഓഫ് സേഫ്റ്റി എന്നാണ് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സെൻസിറ്റിവിറ്റി അനാലിസിസ്. ദ നെക്സ്റ്റ് വൺ നമുക്കടുത്തത് സെയിൽസ് മിക്സ് ആൻഡ് മാർജിനൽ കോസ്റ്റിംഗ്. ഓക്കെ, സോ സെയിൽസ് മിക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ ഒരു എക്സാമ്പിൾ എടുക്കുക. സോ BMW കമ്പനി, സോ ദേ സെൽ ബോത്ത് കാർസ് ആൻഡ് ബൈക്സ് എന്താണ് സെൽ ചെയ്യുന്നു. സോ നമുക്ക് ഇയർ 1 എടുത്തു കഴിഞ്ഞാൽ സോ അവർ 6 കാർ അതുപോലെ തന്നെ 4 ബൈക്ക് എന്താണ് സെൽ ചെയ്യുന്നു, ടോട്ടൽ 10. സോ ദ നെക്സ്റ്റ് ഇയർ 2 എടുത്തു കഴിഞ്ഞാൽ 4 കാർ, ദ നെക്സ്റ്റ് 4 കാർസ് അതുപോലെ തന്നെ 6 ബൈക്സ് എന്താണ് സെൽ ചെയ്യുന്നു, ടോട്ടൽ 10. സോ ഇഫ് യു സീ ഹിയർ ടോട്ടൽ ഈസ് സെയിം, 10 ആണ്, ടോട്ടൽ ഈസ് സെയിം, but sales mix is change. Okay, the sales mix, do you notice sales mix is change. so കാർ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് 6 വിറ്റ സമയത്ത് ഇയർ 2 നമ്മൾ 4 വിറ്റിട്ടുള്ളൂ. സോ അതാണ്, ഇതിനെയാണ് നമുക്ക് സെയിൽസ് മിക്സിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓവറോൾ ബ്രേക്ക് ഈവൻ സെയിൽസ് ആണ് നോക്കുന്നത്. ഇപ്പം നമുക്ക് സെയിൽസ് ക്വാണ്ടിറ്റി മിക്സ് നമുക്ക് അറിയാമെങ്കിൽ സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽസ് ടു സെയിൽസ് ക്വാണ്ടിറ്റി ഇൻറ്റു വെയിറ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സോ വെയിറ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സോ വെയിറ്റ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ എങ്ങനെ ഉണ്ടാവും, ഇപ്പോൾ ഒന്നിൻ്റെത് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പോൾ 2 ഉള്ളത്. സോ കാറും ബൈക്കും. സോ നമുക്കിങ്ങനെ വരും. സോ കാറിൻ്റെത് എത്രയാണ്, നമുക്ക് കോൺട്രിബ്യൂഷൻ സി പി യു എന്ന് പറയുന്നത് നമുക്ക് 10, ബൈക്കിനത് 5. നെക്സ്റ്റ് നമുക്ക് സെയിൽസ് മിക്സ് എടുത്തു കഴിഞ്ഞാൽ സെയിൽസ് മിക്സ് നമുക്ക് 2:1 ആണ് എടുക്കുക, 2:1 ആണെന്ന് വിചാരിക്കുക. സോ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും വെയിറ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. വെയിറ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവും. സോ 10 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 3 പ്ലസ് 5 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 3. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു വെയിറ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. സോ യു ക്യാൻ റെഫർ ഇറ്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് സെയിൽസ് വാല്യൂ മിക്സ്. ഇപ്പോൾ നമുക്ക് സെയിൽസ് വാല്യൂ മിക്സ് നമുക്ക് അറിയാമെങ്കിൽ സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ക്വാണ്ടിറ്റി ഇൻറ്റു വെയിറ്റ് ആൻഡ് പി വി റേഷ്യോ. ഓക്കെ, ദെൻ നോക്കാം. ഫോർ യുവർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമ്പിൾ 4 നമുക്ക് പേജ് നമ്പർ 40.16 നമുക്ക് 16 ICS സ്റ്റഡി മെറ്റീരിയൽ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ 4 ജസ്റ്റ് എന്ത് ചെയ്യാം, അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് അടുത്തത് മെർജർ ഓഫ് ദി പ്ലാന്റ്സ്. സോ നമുക്ക് 2 പ്ലാന്റ് ഉണ്ട്. ഓക്കെ, 2 പ്ലാന്റ് ഉണ്ട്. സോ 1 is 60%, 1 is 80%. ഓക്കെ, സോ നമുക്കിത് മെർജ് ചെയ്യണം. ഫസ്റ്റ് കൺവേർട്ട് കപ്പാസിറ്റി ടു 100%. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എന്ത് ചെയ്യുക, 2നെയും 100%ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ദെൻ നമ്മൾ ടോട്ടൽ ചെയ്യുക. അപ്പോൾ ഇതാണ് 2 പ്ലാന്റ് നമ്മൾ മെർജ് ചെയ്യുമ്പോൾ നമ്മൾ 2നെയും 100%ലേക്ക് നമ്മൾ കപ്പാസിറ്റിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുക, ദെൻ ടോട്ടൽ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് 60% ആണെങ്കിൽ നമുക്ക് 60% ആകുമ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് എത്ര വരുന്നത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 100% എത്രയായിരിക്കും, അപ്പോൾ ആ 100%ലേക്ക് മാറ്റാം. സോ ഇതാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറയുന്നത്.
സോ ദ നെക്സ്റ്റ് നമുക്ക് ഇവിടെ ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഫിക്സ്ഡ് ഓഫ് ദി മെർജർ കമ്പനി ഡിവൈഡ് ബൈ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് മെർജർ കമ്പനി ഡിവൈഡ് ബൈ PV റേഷ്യോ ഓഫ് ദി മെർജർ കമ്പനി. ഓക്കെ, സോ ദ നെക്സ്റ്റ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കേസിൽ കനോട്ട് കൺവേർട്ട് ഇൻ ടു 100%. നമ്മൾ 100%ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഫിക്സ്ഡ് കോസ്റ്റ്. സോ ഇറ്റ്സ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആണ് നമ്മൾ 100%ലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുള്ളൂ. ദ നെക്സ്റ്റ് വൺ ഈസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് PV റേഷ്യോ. സോ PV റേഷ്യോ വിൽ ബി, സോ ദ PV റേഷ്യോ കാൽക്കുലേറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ്. നമ്മൾ മെർജ് ചെയ്തിരിക്കുന്ന കമ്പനീൻ്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ്. സോ ദ നെക്സ്റ്റ് കോൺസെപ്റ്റ് ഈസ് ഇൻഡിഫറൻസ് പോയിന്റ്. ഇൻഡിഫറൻസ് പോയിന്റ് അതായത് ദ പോയിന്റ് അറ്റ് വിച്ച് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓപ്ഷൻസ്. ഇപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും. സോ നമുക്ക് ഈ ഒരു ഇൻഡിഫറൻസ് പോയിന്റിൽ ഓപ്ഷൻ എ എടുത്താലും ഓപ്ഷൻ ബി എടുത്താലും സെയിം റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ ഇതിനാണ് നമ്മൾ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ബി മൈ ഇൻഡിഫറൻസ് പോയിന്റ്. ദിസ് വിൽ ബി മൈ ഇൻഡിഫറൻസ് പോയിന്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഇൻഡിഫറൻസ് പോയിന്റിന് താഴെയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻഡിഫറൻസ് പോയിന്റിന് താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് അതായത് ലോവർ ഫിക്സ്ഡ് കോസ്റ്റുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, ചൂസ് ചെയ്യുക. ദ നെക്സ്റ്റ് ഇനിയിപ്പോൾ ഇൻഡിഫറൻസ് പോയിന്റിന് മുകളിലാണെങ്കിലോ, ഇൻഡിഫറൻസ് പോയിന്റ് മുകളിലാണെങ്കിൽ സോ ദ ലോവർ സെലക്റ്റഡ് ചൂസ് ദ ലോവർ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഓപ്ഷൻ ഹാവ് വിച്ച് ഹാവ് ലോവർ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഉള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക, ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ദ ഇൻഡിഫറൻസ് പോയിൻറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇൻഡിഫറൻസ് പോയിന്റ് അറ്റ് വിച്ച് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഓപ്ഷൻസ്. ഓക്കെ, ദ നെക്സ്റ്റ് ഇവിടെ നമ്മൾ പറയുന്നത് ഇൻഡിഫറൻസ് പോയിന്റ് നമുക്ക് യൂണിറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാം. സോ സം ഇക്വേഷൻസ് ഉണ്ട്. സോ നമുക്ക് ഒന്നാമത്തത് ഡിഫറൻസ് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും. ദെൻ അല്ലെങ്കിൽ നമുക്ക് ഇൻഡിഫറൻസ് പോയിന്റ് യൂണിറ്റിൽ കാണാൻ പറ്റുന്നതാണ് ഡിഫറൻസ് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇനി ഇൻഡിഫറൻസ് പോയിന്റ് നമുക്ക് വാല്യൂവിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറൻസ് ഇൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ ഓർ PV റേഷ്യോ. ഓക്കെ, ഒന്നുകിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് റേഷ്യോൻ്റെ പെർസെൻറ്റേജ് എടുക്കാൻ അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കാൻ അല്ലെങ്കിൽ PV റേഷ്യോൻ്റെ ഡിഫറൻസ് എടുക്കാം. ഓക്കെ, ദ നെക്സ്റ്റ് നമുക്ക് ഷട്ട് ഡൗൺ പോയിന്റ്. സോ ഷട്ട് ഡൗൺ പോയിന്റ് നമ്മൾ ബിസിനസ് ദ പോയിന്റ് അറ്റ് വിച്ച് ഷട്ട് ഡൗൺ ദ ബിസിനസ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയുന്നത് നമുക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത്, സോ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്താലുള്ള ബെനിഫിറ്റ് നമുക്ക് സേവ് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ്, നമുക്ക് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇവിടെ കോസ്റ്റ് എന്തൊക്കെയാണ്, ഒന്ന് ഷട്ട് ഡൗൺ കോസ്റ്റ് വരുന്നുണ്ട്. യെസ്, ഷട്ട് ഡൗൺ കോസ്റ്റ്. നെക്സ്റ്റ് കോൺട്രിബ്യൂഷൻ ലോസ് ഓൺ ഷട്ട് ഡൗൺ പീരിയഡ് ഡിമാൻഡ് അല്ലേ, നമുക്ക് ആ ഷട്ട് ഡൗൺ പീരീഡിൽ നമുക്ക് എന്താണ് കോൺട്രിബ്യൂഷൻ ലോസ് ഉണ്ടാകും. സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിസിനസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നോർമൽ സർക്കംസ്റ്റാൻസിൽ നമ്മളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ നമ്മളിപ്പോൾ ഒരു 1 മന്താണ് ഓക്കെ നമ്മൾ നോർമൽ സർക്കംസ്റ്റാൻസിൽ ബിസിനസ് ചെയ്യുന്നു. സോ പാൻഡമിക് ലൈക്ക് COVID-19 പോലുള്ള പാൻഡമിക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, ബിസിനസ്സൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ഇപ്പോൾ 1 മന്ത് ക്ലോസ് ചെയ്ത് വിചാരിക്കാം. സോ 1 മന്ത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, 1 മന്ത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കോൺട്രിബ്യൂഷൻ ലോസ് ഉണ്ടാവുകയാണ്. സോ ആ ഒരു ക്ലോസ് ചെയ്തത് കൊണ്ട് നമുക്ക് എന്താണ്, നമ്മൾ ആ ഒരു ബിസിനസ് നടക്കാത്തത് കൊണ്ട് നമുക്കൊരു കോൺട്രിബ്യൂഷൻ ലോസ് ഉണ്ടാകുന്നു. സോ ദാറ്റ്സ് കോൾഡ് ഷട്ട് ഡൗൺ പീരീഡിലുള്ള കോൺട്രിബ്യൂഷൻ ലോസ് എന്ന് പറയുന്നത് അതാണ്. ദാറ്റ്സ് എ കോൺസെപ്റ്റ്. സോ ആൻഡ് ഇൻ ഷട്ട് ഡൗൺ പോയിന്റിൽ നമുക്ക് ഈ ബെനിഫിറ്റും അതുപോലെ തന്നെ കോസ്റ്റും എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. സോ ബെനിഫിറ്റ് ഈക്വൽ ടു കോസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഷട്ട് ഡൗൺ പോയിന്റ് നമുക്ക് യൂണിറ്റിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ഷട്ട് ഡൗൺ കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ദെൻ ഷട്ട് ഡൗൺ പോയിന്റ് നമുക്ക് വാല്യൂവിൽ കാണാൻ വേണ്ടിയിട്ട് അവോയ്ഡബിൾ ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ഷട്ട് ഡൗൺ കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. ഓക്കെ, സോ എവരിബഡി ഓക്കെ ടിൽ ഹിയർ, എവരിബഡി ഓക്കെ? യെസ്. ദ നെക്സ്റ്റ് വൺ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. സോ മൈ benefit is 1 lakh and the shutdown cost is 40,000. then contribution per unit 4 ആണ്. then നമുക്ക് ഷട്ട് ഡൗൺ പോയിന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ വി ഓൾ നോ benefit is equal to cost. സോ benefit 1 lakh is equal to cost എത്രയാ 40,000 പ്ലസ് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് പ്ലസ് എത്രയാ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ ലോസ് ഇല്ലേ യെസ്. അപ്പോൾ എത്രയാ നമുക്ക് എത്രയാ 4 ആണെന്നറിയാം. സോ 4 കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 4 ആണെന്നറിയാം. സോ നമുക്ക് പിന്നെ യൂണിറ്റിന് നമുക്ക് എക്സ് എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ 40,000 പ്ലസ് 4x. സോ 4x ഈസ് ഈക്വൽ ടു നമുക്ക് 1 lakh മൈനസ് 40,000.
So x is equal to, so 60,000 divided by 4 is equal to 50,000 unit. 50,000 unit. So it's expressed the 50,000 points out. The 50,000 point. This is my shutdown point. This is my shutdown point. ഇനിയിപ്പോൾ നമ്മൾ 50,000 താഴെയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ നമ്മൾ 50,000 ലെസ് ദാൻ 50,000 ആണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഷട്ട് ഡൗൺ ദ ബിസിനസ്. ഇനിയിപ്പോൾ 50,000 മുകളിലാണെങ്കിലോ, 50,000 മുകളിലാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം, ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് ഷട്ട് ഡൗൺ പോയിന്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ നമുക്ക് കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസ്. ഓക്കെ, സോ ഈ ഒരു കേസിൽ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് ഇഗ്നോർ ചെയ്യും. സോ ലിമിറ്റിംഗ് ഫാക്ടർ അനാലിസിസ്. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടർ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യും. ഇവിടെ നമ്മൾ വേരിയബിൾ കോസ്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കിപ്പം ഫസ്റ്റ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യും. നെക്സ്റ്റ് നമുക്ക് ഒരു സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഒരു 4 സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് നമ്പർ 1 നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ദി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സോ യു ഓൾ നോ നമുക്ക് എന്താണ് സെയിൽസ് പെർ സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്, നമുക്ക് എന്താണ് വേരിയബിൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. ഓക്കെ, ഇതാണ് നമുക്ക് കാൽക്കുലേഷൻ ഓഫ് ദി കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ദ നെക്സ്റ്റ് വൺ അടുത്തത് സോ റാങ്കിങ് ഓഫ് ദി പ്രൊഡക്റ്റ്. നമുക്ക് പ്രൊഡക്റ്റിനെ റാങ്ക് ചെയ്യാം. സോ റാങ്കിങ് ഓഫ് ദി പ്രൊഡക്റ്റ്. സോ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കിപ്പം റോ മെറ്റീരിയലാണ് നമ്മളിപ്പം ലിമിറ്റിംഗ് ഫാക്ടർ വരിക. റോ മെറ്റീരിയലാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടറെങ്കിൽ സോ നമുക്ക് എന്താണ് പിന്നെ പ്രൊഡക്റ്റിനെ റാങ്ക് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ഇപ്പോൾ എൻ്റെ കേസിൽ നമുക്ക് 10 ആണ്, അതുപോലെ തന്നെ ബീൻ്റെ കേസിൽ 10 ആണ്. നെക്സ്റ്റ് നമുക്ക് കിലോഗ്രാംസ് നമുക്ക് പറയുന്നത് ഇപ്പോൾ റോ മെറ്റീരിയൽ നമുക്ക് എത്രയാണ്, ഇപ്പോൾ റോ മെറ്റീരിയൽ ചാനൽ 1000 ഉണ്ട്, അതുപോലെ തന്നെ 500 ഉണ്ട്. സോ അതിനാണ് കോൺട്രിബ്യൂഷൻ പെർ കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര 100ഉം അതുപോലെ തന്നെ 50. സോ ഹയർ ഏതാണ്, എ ആണ്. സോ നമ്മൾ അതിനെ 1 എന്ന് റാങ്ക് ചെയ്തു. ദെൻ ബീനെ 2 എന്ന് റാങ്ക് ചെയ്തു. ദെൻ നെക്സ്റ്റ് മെഷീൻ ഹൗസ് ഈസ് എ ലിമിറ്റിംഗ് ഫാക്ടർ നോക്കാം. ദെൻ നമ്മളിപ്പോൾ മെഷീൻ ഹവേഴ്സാണ് നമ്മൾ ലിമിറ്റിംഗ് ഫാക്ടറുകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തത് റോ മെറ്റീരിയൽസ് ആണ്. മെഷീൻ ഹവേഴ്സ് ആണെങ്കിൽ സോ മെഷീൻ ഹവേഴ്സ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഈ കിലോഗ്രാംസിനെ നമ്മൾ മെഷീൻ ഹവേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അതിനനുസരിച്ച് നമുക്കിപ്പോൾ ഇഫ് അറ്റ് ഓൾ എനി കോൺഫ്ലിക്റ്റ്, സോ ഇഫ് അറ്റ് ഓൾ എനി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ എ ആൻഡ് ബിക്ക് എന്തെങ്കിലും കോൺഫ്ലിക്ഷൻ ഉണ്ടെങ്കിൽ സോ നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ വി ക്യാൻ യൂസ് ദ മാർജിനൽ കോസ്റ്റിംഗ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് നെക്സ്റ്റ് നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോക്കേഷനാണ്. സോ നമുക്ക് എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സോ റാങ്ക് 1 കിട്ടിയിരിക്കുന്നത് എ ആണ്. സോ നമുക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് 1000 ആണുള്ളത്. ദെൻ കിലോഗ്രാം പെർ യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റ് വരുന്നത് 10 രൂപയാണ്. സോ അങ്ങനെയാണെങ്കിൽ കിലോഗ്രാംസ് പെർ, അതായത് ഒരു യൂണിറ്റ് വരുന്ന കിലോഗ്രാംസ് എത്രയാണ് 10 കിലോഗ്രാമാണ് നമുക്ക് വേണ്ടത്. സോ അങ്ങനെയാണ് കിലോഗ്രാംസ് കൺസ്യൂംഡ് നമ്മൾ കൺസ്യൂം ചെയ്തിരിക്കുന്നത് എത്ര 1000. സോ നമുക്ക് അപ്പോൾ നമുക്ക് ക്യൂമുലേറ്റീവ് എത്രയാണ്, ക്യൂമുലേറ്റീവ് 10,000. ഓക്കെ, 10,000 ദെൻ 10,000. ദെൻ നെക്സ്റ്റ് നമുക്ക് റാങ്ക് 2 വരുന്നത് ബി ആണ്. സോ ബി 500 ആണ് നമുക്ക് യൂണിറ്റ്. ദെൻ കിലോഗ്രാം പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അതായത് ഒരു യൂണിറ്റ് നമ്മൾ എത്ര കിലോഗ്രാമാണ് 10 കിലോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് കിലോഗ്രാം കൺസ്യൂം എത്ര 5,000. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യൂമുലേറ്റീവ് എത്രയാണ്, ക്യൂമുലേറ്റീവ് എന്ന് പറയുന്നത് 50,000. ക്യൂമുലേറ്റീവ് 50,000. 10,000 പ്ലസ് 5,000 is equal to 50,000. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോ കാൽക്കുലേഷൻ ഓഫ് ദി ടോട്ടൽ കോൺട്രിബ്യൂഷൻ്റെ കാൽക്കുലേഷനാണ്. സോ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എ എന്ന് എടുക്കാം. ദെൻ പ്രൊഡക്റ്റ് എൻ്റെ യൂണിറ്റ് എത്രയാണെന്ന് എടുക്കാം. ദെൻ അതിൻ്റെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എത്രയാണ് എടുക്കാം. സോ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. സോ സെയിം തിങ് ബി എടുക്കാം, അതിൻ്റെ കോൺട്രിബ്യൂഷൻ ദെൻ യൂണിറ്റ് ദെൻ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നമുക്ക് ലിമിറ്റിംഗ് ഫാക്ടർ. ഓക്കെ, കോൺസെപ്റ്റ്. ദ നെക്സ്റ്റ് വൺ നമ്മളടുത്ത ഒരു അബ്സോർപ്ഷൻ വേഴ്സസ് മാർജിനൽ. ഓക്കെ, സോ അബ്സോർപ്ഷൻ വേഴ്സസ് മാർജിനൽ കോസ്റ്റ്. സോ നമ്മളിത് ഒരു സ്റ്റോക്ക് വാല്യുവേഷൻ, നമുക്ക് സ്റ്റോക്ക് വാല്യുവേഷൻ അതുപോലെ തന്നെ പ്രോഫിറ്റ് കമ്പ്യൂട്ടേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അബ്സോർപ്ഷൻ വേഴ്സസ് മാർജിനൽ കോസ്റ്റും ചെയ്യുന്നത്. സോ ഇതിന് രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫോർ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് പ്ലസ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. ഓക്കെ, ദിസ് ഈസ് മൈ ഇതാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് പ്ലസ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. ദെൻ പീരീഡ് കോസ്റ്റ് വിൽ ബി, സോ പീരീഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് പ്ലസ് എന്താണ് സെല്ലിംഗ് ഓവർ ഹെഡ്. ഓക്കെ, സോ ഇവിടെ നമുക്കെന്ന് വെച്ചാൽ
എന്താണ് ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ആർ ചാർജ് ആസ് നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡിന് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത് പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ പിന്നെ ചാർജ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ സ്റ്റെപ്സ് ആണെന്ന് പറയുന്നത്. സോ സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത് നമുക്ക് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ്, ടോട്ടൽ ബഡ്ജറ്റ് ഓവർഹെഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ബഡ്ജറ്റഡ് ബേസിസ്. ഓക്കെ, ടോട്ടൽ ബഡ്ജറ്റ് ഓവർഹെഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ബഡ്ജറ്റ് ബേസിസ്. നെക്സ്റ്റ് നമുക്ക് ഓവർഹെഡ് അബ്സോർബ്ഡ് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ബേസിസ്. ഓക്കെ, സോ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഇൻറ്റു ആക്ച്വൽ ബേസിസ്. നെക്സ്റ്റ് നമുക്ക് അടുത്തത് ആക്ച്വൽ ഓവർഹെഡ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആക്ച്വൽ ഓവർഹെഡ് നെക്സ്റ്റ് നമുക്കത് അണ്ടർ ആണോ ഓവർ അബ്സോർപ്ഷൻ ഓവർഹെഡ് അല്ലേ, അണ്ടർ അബ്സോർപ്ഷൻ ആണോ ഓവർ അബ്സോർപ്ഷൻ ആണോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്തേക്ക് വരുമ്പോൾ മാർജിനൽ കോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് പ്ലസ് വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ് നമുക്ക്. ഓക്കെ, പീരീഡ് കോസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് പ്ലസ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് പ്ലസ് സെല്ലിംഗ് ഓവർഹെഡ്. സോ ഇവിടെ നമ്മൾ പറയുന്നത് വെച്ചാൽ എന്താണ്, നമ്മൾ ഈ ഒരു ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡിന് നമ്മൾ പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. അതാണ് സോ ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് ആർ നോട്ട് ചാർജ് ടു പ്രൊഡക്റ്റ്. നമുക്ക് പ്രൊഡക്റ്റിലേക്കല്ല നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ദേ ആർ ടേക്കൺ ആസ് പീരീഡ് കോസ്റ്റ് ഓൺ ദ ആക്ച്വൽ ബേസിസ്. നമ്മൾ പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് അതായത് ഈ ഒരു ഡിവിഷൻ വരുന്നത്, അതായത് വേരിയബിൾ ഫിക്സ്ഡ് പ്രൊഡക്ഷൻ ഓവർഹെഡും അതുപോലെ വേരിയബിൾ പ്രൊഡക്ഷൻ ഓവർഹെഡ് എന്ന് പറയുന്ന ഡിവിഷൻ വരുന്നത് നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിലാണ്. ഓക്കെ, സോ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമുക്ക് അങ്ങനെ ഒരു ഡിവിഷനേ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തത് നോ കോൺസെപ്റ്റ് ഓഫ് നമുക്ക് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് മാർജിനൽ കോസ്റ്റിങ്ങിലില്ല. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ദ ഹോൾ സ്ട്രക്ചർ ഓഫ് ദി മാർജിനൽ കോസ്റ്റിംഗ് ചാപ്റ്റർ.